ഹലോ ഹലോ, നീ എന്താ 3-4 മിസ് കോൾ എടുക്കുന്നുണ്ടല്ലോ? അതാൻറ്റി, ഞാൻ വെറുതെ വിളിച്ചതാ. ആന്റിക്ക് ഇന്നലെ പല്ലുവേദനയാണെന്ന് പറഞ്ഞല്ലോ, അതെന്തായിന്നറിയാൻ. പല്ലും വേദനയൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് എന്റെ വായിലല്ലേ, നിന്റെ വായിലല്ലല്ലോ. 5ഉം 10ഉം തവണ നീ ഇങ്ങനെ വിശേഷം ചോദിച്ച് വിളിക്കാതെ സ്വന്തം വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കേ. ഞങ്ങൾ അവിടെ വന്നൊരു സംബന്ധം ചോദിച്ചിട്ട് സമയം എത്രയായി? അത് ആന്റി 2 ദിവസത്തിനകം ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കും. വിളിക്കും പറയുന്നല്ലാതെ വിളിക്കുന്നില്ലല്ലോ. നിന്റെ ഏട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായതേ ഹരീന്ദ്രന് നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാ. ഫോണിൽ കൂടെ പോഞ്ചം സംസാരിച്ച് നീ അവനെ പാട്ടിലാക്കിയിരിക്കല്ലേ. ഏതായാലും ഒന്ന് മാത്രം ഞാൻ പറയാം, കല്യാണത്തിന് വേണ്ടി മാത്ര അവൻ കുറച്ചു ദിവസത്തെ ലീവിന് ഇവിടെ വന്നിരിക്കുന്നത്. അവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ഞാനൊന്ന് വാക്ക് മാറ്റി പറഞ്ഞാലേ നാളെ അവന് വേറെ കല്യാണം നടക്കും. അതല്ലാതെ യാതൊരു മര്യാദയില്ലാത്ത നിന്റെ വീട്ടുകാരെ കാത്തിരിക്കാൻ ഇനി എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ തലമുതിർന്ന വേറെ ആരുമില്ലേ? അവരാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ലല്ലോ. സ്വന്തം കല്യാണത്തെ കുറിച്ച് പറയാൻ കല്യാണ പെണ്ണ് തന്നെ ചെറുക്കന്റെ വീട്ടിലോട്ട് വിളിക്കുന്നത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമാ. അതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നിന്റെ കാര്യത്തില് ആ കുടുംബത്തിലെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ലേ? നീ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ അത്രയും ഭാഗ്യമെന്ന് വിചാരിക്കുന്ന കൂട്ടരാ നിന്റെ കുടുംബത്തിലുള്ളതെന്ന് തോന്നുന്നു. ആന്റി, അങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? പത്രപരസ്യം കണ്ട് പെണ്ണ് കാണാൻ വന്നവരെ പെണ്ണിനെ കൊണ്ട് തന്നെ വിളിപ്പിക്കുന്നത് നാട്ടു നടപ്പുള്ള കാര്യമാണോ? ഇത്രയും ഗതികെട്ടവരാണോ നിന്റെ വീട്ടുകാര്? അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച് ചെറുക്കന്റെ വീട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റി സ്വർണം തരാതിരിക്കാനുള്ള നിന്റെ വീട്ടുകാരുടെ അടവായിരിക്കും ഇതല്ല. എന്നാൽ ആ അടവ് എന്റെ അടുത്ത് നടക്കില്ലാന്ന് നിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്കും. ആന്റി, അങ്ങനൊന്നും ഞങ്ങളാരും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയാണെങ്കി ഇത് മുന്നോട്ട് പോവില്ല മോളെ. നിനക്കൊരാളെ വേണമെങ്കിൽ നീ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോ നോക്ക്. ഞാൻ ഫോൺ വെക്ക. ആന്റി, ഹലോ ഹലോ. ഹലോ വിമല മാഡം, ആരോടാ ഈ ശൃംഗാരം? കുറെ നേരം ആയല്ലോ കുശുകുശാന്ന് പറയുന്നു. എവിടുന്ന് ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോ? അമ്മേ, മിണ്ടി പോരുത്. മനുഷ്യനിവിടെ നിലതിട്ട് നിൽക്കുമ്പോ വളവളാന്ന് വർത്താനം പറഞ്ഞ പല്ലടിച്ച് കൊഴിക്കുന്നുണ്ട്. എന്താ വിമലേച്ചി ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചു. എന്താടി നീ എന്തിനാ ഇവിടെ അടിച്ചത്? എന്റെ മുഖത്ത് അമ്മ അടിച്ചത്. ഇപ്പൊ പാട് വരും, നോക്കിക്കോ. നിന്നോടാ ചോദിച്ചേ നീ ഇവിടെ അടിച്ചോന്ന്? ആ, അടിച്ചു. എന്നോട് അനാവശ്യം പറഞ്ഞ ഇനി അടിക്കും ഞാൻ. ആഹാ, ഇനി അടിക്കുവോ? എന്നാ അടിക്ക്, കാണട്ടെ. പിന്നെ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഫ്രണ്ട്സിനോട് പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്ത് ഞാൻ ചേച്ചിയെ പൊക്കും, നോക്കിക്കോ. ഞാൻ ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക്. എന്താ വിമല ഇത്? നിനക്ക് എന്തു പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. അതെ, അതന്നെ എനിക്കും പറയാനുള്ളത്. ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞാൻ. നിങ്ങളെല്ലാം കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാ. ഹരിയേട്ടൻ അമ്മ എന്നെ വിളിച്ചിരുന്നു. കല്യാണ കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു മറുപടി കൊടുക്കാത്തതിന് അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴാ ഇവള് വന്ന് എന്നോട് ചോദിച്ചത് ആരുടെങ്കിലും കൂടെ ഒളിച്ചോടാൻ പ്ലാൻ ഉണ്ടോന്ന്. അത് കേട്ടപ്പോ ഞാനൊന്ന് കൊടുത്തു, അത്ര തന്നെ. അതെ, ഈ വലിയേച്ചിക്ക് കല്യാണം കഴിക്കാത്തതിന്റെ ഭ്രാന്ത. നിന്നെ ഞാൻ നിങ്ങളെല്ലാരും കൂടി ഈ വീടൊരു ഭ്രാന്താളിയാക്കും. നിങ്ങളെപ്പോലെയല്ലേ വിസ്മയൻ? പാവം കോളേജിൽ പോലും പോവാതെ വിനയനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുക. ആദ്യം അവള് പോയ കാര്യം നടക്കണേന്ന് പ്രാർത്ഥിക്ക്.
അങ്ങോട്ട് പോകാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.